അല്ല പിന്നെ ഇപ്പൊ ഈ പറഞ്ഞെടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ശരത്തേട്ടന്റെ ഒരു സിനിമാ പ്രവേശം കുറെ നാള് കഴിഞ്ഞിട്ടാണ്, എത്രയോ നാള് കഴിഞ്ഞിട്ടാണ്. ഇതിനിടയിൽ ഈ ബാധ്യതയില്ലേ, വയലാറിന്റെ മകൻ എഴുതുമോ എന്നുള്ള ഒരു ചോദ്യം, അതോ ഈ മുഖപരിചയം ഇല്ലായ്മയിൽ ഒരുപാട് രക്ഷപ്പെട്ട് നടന്നിരുന്നോ? അല്ല, എനിക്ക് അതുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും എനിക്ക് ആ ഉൾവലിവുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ നല്ല നമ്മൾ തെറിച്ച് നടക്കേണ്ട പ്രായത്തിൽ, നമ്മളെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കാമശാസ്ത്രം വായിക്കേണ്ട പ്രായത്തിൽ മനസ്സിനെ കാവി ഉടുപ്പിച്ചു എന്ന് പറയില്ലേ. രാഷ്ട്രീയം ആലോചിക്കണ്ട, നമുക്ക് ആ ഒരു സന്യാസഭാവം എനിക്കുണ്ടായി ആ സമയത്ത്. കാര്യം അച്ഛൻ മരിച്ചു, ഞങ്ങളെന്നാ ഒരു 5 പെണ്ണുങ്ങളായിരിക്കുള്ളൂ, മുത്തശ്ശിയമ്മ, അമ്മ, 3 സഹോദരിമാർ. ഇവരുടെ രക്ഷകർത്താവാണ് ഞാൻ 15ാമത്തെ വയസ്സിൽ. എൻ്റെ നാക്കത്തുനിന്നോ എൻ്റെ വാക്കിലോ ചിന്തയിലോ നോട്ടത്തിലോ ഒരു പിഴവുണ്ടായാൽ ഇത് വയലാറിനെ ബാധിക്കുള്ളൂ. ദേവരായ മാഷ് ആദ്യം പറഞ്ഞ വാക്കത്, ആദ്യത്തെ പടം ചെയ്തത് മാഷുമായിട്ടാണല്ലോ റിലീസ് ചെയ്തത്. അന്നേരം പറഞ്ഞു, നിൻ്റെ വാക്ക്, നിൻ്റെ പാട്ട് മോശമായാൽ നിനക്കല്ല ചീത്തപ്പേര്, നിൻ്റെ അച്ഛനാണ് എന്നുള്ള ആ ഒരു ഭാവം എനിക്ക് അതിന് മുമ്പേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നിനും ഇടപെടാൻ പോകില്ല. എവിടെയെങ്കിലും ചെന്ന് പെട്ടാൽ വയലാറിൻ്റെ മകൻ എന്നേ പറയൂ. ഒരു ചീത്തപ്പേര് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലതുള്ള പേര് നിലനിർത്തുന്നുള്ള ഒരു ചിന്ത നമുക്ക് വരാം. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ വഴിയെല്ലാം വേറെ വഴിക്ക് പോയി. കാര്യം ഉത്തരവാദിത്വം എന്നുള്ളൊരു ബോധം വന്നപ്പോഴത്തേക്ക് പിന്നെ ആ രീതി ചിന്തിക്കാൻ തുടങ്ങി. ശരത്തേട്ടന്റെ ഒരു നർമ്മബോധം വളരെ കൂടുതലാണ്. ശരത്തേട്ടൻ പലപ്പോഴും ഈ നമ്മൾ പറയുന്ന വയലാറിന്റെ മകൻ എന്ന ഒരു നേരത്തെ ഉടുത്ത ഒരു വസ്ത്രം മാറ്റി ഞാൻ പലപ്പോഴും നോക്കുമ്പം നല്ല നർമ്മബോധം ഉള്ള ഒരാളാണ്. അച്ഛൻ അങ്ങനെ ഒരു നർമ്മബോധം ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛനൊരു കാര്യം പറഞ്ഞു മനസ്സിലാക്കുമായിരുന്നു, നീ എവിടെയെങ്കിലും പോയിട്ട് നീ അവിടെ നിന്ന് പോരുമ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ നിന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് ഒരു സങ്കടം തോന്നണം. അത് ഞാനത് പാലിക്കാൻ ശ്രമിക്കും. ഒരിടത്ത് എവിടെയാണ് വെൻ യു ആർ ഇൻ റൂം ഡു ആസ് ദി റോമൻസ് ഡു എന്ന് പറഞ്ഞല്ലേ, അവിടെ ചെന്ന് അവിടെ എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി അതിനോട് ഞാൻ പൊരുത്തപ്പെട്ട് അവർക്കൊരു സന്തോഷവും, പോവുകയാണോ എന്ന് ചോദിക്കാൻ തക്ക രീതിയിലേ ഞാൻ പോവുള്ളൂ. അത് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ നമ്മളിപ്പോ ശരത്തന്റെ ബാല്യത്തെ പറ്റി സംസാരിച്ചു, അച്ഛന്റെ ബാല്യത്തെ കുറിച്ചുള്ള അറിവ് എന്താണ്? അച്ഛന് ശരിക്കും യാഥാസ്ഥിതിക അന്തരീക്ഷത്തിലായിരുന്നല്ലോ വളർന്നതല്ല. പഴയ 4 കെട്ടും പൂണൂരുള്ളവർക്ക് മാത്രം പ്രവേശനമുള്ളൊരു വീടും ഒരു കോവിലവും നിത്യപൂജ നടന്നിരുന്ന ഒരു പൂജാരി താമസിച്ച്, വീട്ടിൽ പൂജാരി താമസിച്ച്, വീട്ടിലൊരു അമ്പലമുണ്ട്, നാഗരാജാവിന്റെ ക്ഷേത്രം. മരുമക്കത്തായ സമ്പ്രദായം അന്ന് അങ്ങനെയായിരുന്നല്ലോ. 72 കണ്ടോ അന്നുകൊണ്ട് മാറിയത്. ആ സമയത്ത് അങ്ങനെ അമ്മാവൻ വഴി കിട്ടിയതാണ്. ഒരു അമ്മാവന്റെ ഒരു കർക്കശമായ ഒരു നിയന്ത്രണം. അതെ, അതുവരെയൊക്കെ പല ഇത്തരം വീടുകളിലും ഈ അച്ഛൻ ഒരു വലിയ റോളില്ല. അമ്മാവന്റെ റോളിലാണ് നിൽക്കുന്നത്. അതെ അതെ അതെ, അങ്ങനെയായിരുന്നു. അപ്പോൾ അച്ഛന് 3 വയസ്സുള്ള മരിച്ചു. പിന്നെ മുത്തശ്ശിയമ്മയുടെ ഒരു തണലിലായിരുന്നു. മുത്തശ്ശിയമ്മയെ ഭരിക്കുന്നത് ഈ പറഞ്ഞ അമ്മാവനുള്ള അച്ഛന് 3 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയല്ലോ. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് അന്ന് ഇപ്പൊ നേരത്തെ നാക്ക് നീട്ടാൻ മടിയായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ 3 വയസ്സിൽ ആ കർമ്മങ്ങൾ ചെയ്യാൻ വലിയ മടിയായിരുന്നു. കർമ്മം, അച്ഛന്റെ ബോഡിക്ക് ചിത കൊളുത്തുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അതേക്കുറിച്ച് അദ്ദേഹം എഴുതിയതാണ് ആത്മാവിലൊരു ചിത എന്ന് പറയുന്നത്. അതിൽ ഞാൻ നേരത്തെ മലയാളികളുടെ സംഗീത സദസ്സുകളിൽ അദ്ദേഹത്തിന്റെ പാട്ടില്ലാതെ നമുക്ക് ഊരിപ്പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ യുവജനോത്സവമുണ്ടോ, അവിടെ കവിതാ മത്സരമുണ്ടോ, അവിടെ ആത്മാവിന്റെ ഒരു ചിത, അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലം. ഈ കവിത ഞാൻ ഇപ്പൊ ഈ വർത്തമാന കാലത്തുണ്ടോന്ന് അറിയാം, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം വരെയും എല്ലാ കൊല്ലവും ഇതും ആവർത്തിച്ചിരുന്നു. എന്നെ ഏറ്റവും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഞാൻ പഠിച്ചത് മാറിയോനസ് കോളേജ് തിരുവനന്തപുരം. ഈ കവിത സ്റ്റേജിൽ പത്മരാജൻ സാറിന്റെ മകള് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് മത്സരത്തിന്. യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ. ഈ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മരണവാർത്തയായിട്ട് വീട്ടിൽ നിന്ന് കാറ് വരുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വന്നയാള് ഇത് പറയാൻ നോക്കി നിൽക്കുമ്പം ഈ അച്ഛൻ്റെ മരണക്കവിതയായി അല്ലെങ്കിൽ മരിച്ച കവിതയാണ് മകൾ ചൊല്ലുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാകാം, അത് കരുതുന്നോണ പറയില്ലല്ലോ.